നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 30/7/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻ്റ് സർച്ചർ 4, വിളിച്ചിരിക്കുന്നത് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 233/2024 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിലേക്കാണ് ഈ തസ്തിക വിളിച്ചിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻ്റ് സർച്ചർ. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 43,400 രൂപ മുതൽ 91,200 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസെപ്റ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ശതമാനം വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു തസ്തികയും കൂടിയാണ് ഇത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ BSc ഡിഗ്രി ഇൻ ഫിസിക്സ് പാസ്സായിരിക്കേണ്ടതാണ്. ഇത് രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് താഴെ പറയുന്ന വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഗ്ലാസുകൾ ഉപയോഗിക്കാതെ മിനിമം എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വിഷ്വൽ സ്റ്റാൻഡേർഡ്സായി കൊടുത്തിരിക്കുന്നത് റൈറ്റ് ഐ ലെഫ്റ്റ് ഐ, അതിൽ ഡിസ്റ്റൻസ് വിഷൻ 6/6 റൈറ്റ് ഐ ലെഫ്റ്റ് ഐ ഉണ്ടായിരിക്കണം. നിയർ വിഷൻ 0.5 റൈറ്റ് ഐ ലെഫ്റ്റ് ഐ ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്വാളിഫിക്കേഷന് അപ്ലൈ ചെയ്യുന്നവർക്ക് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു രോഗങ്ങളും ഫുൾഫിൽഡ് വിഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിൽ സൂചിപ്പിച്ചതുപോലെ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും രോഗമുള്ളവരാണെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈഡ് ചെയ്യുന്നതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ തസ്തികയ്ക്ക് ഓൾറെഡി പ്രീവിയസ് ഇയറിൽ ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായി സെലക്ട് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായി വരുന്നത് BSc ഫിസിക്സ് ഇലക്ട്രോണിക്സ്, രണ്ടാമതായി വരുന്നത് BSc പോളിമർ കെമിസ്ട്രി, മൂന്നാമതായി വരുന്നത് BSc ED ഫിസിക്കൽ സയൻസ്, നാലാമതായി വരുന്നത് BSc അല്ലെങ്കിൽ MSc ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി, അഞ്ചാമതായി വരുന്നത് BSc അല്ലെങ്കിൽ MSc ഇൻ കെമിസ്ട്രി. ഈ പറയുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്.
അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടുപേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/9/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.